എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കായിരിക്കാം ഓഹരി വിപണി എന്ന്. ടി വിയിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ മജോറിറ്റി ഓഫ് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഓർക്കും എന്തോ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്ക് പറ്റിയതല്ല എന്ന്. എന്നാൽ ഈ വീഡിയോയിലൂടെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഈസി ആയിട്ട് പറഞ്ഞു തരും. ഇത് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. മൈ നെയിം ഇസ് സോളമൻ. വെൽക്കം ബാക്ക് ടു സോളോസ് ക്രിയേറ്റിവിസം. എന്താണ് ശരിക്കും ഷെയർ മാർക്കറ്റ്? ഇവിടെ ഞാൻ ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷെയർ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ഷെയർസ് ആർ ട്രേഡഡ്. ഡെഫിനേഷൻ നോക്കണമെങ്കിൽ നമുക്ക് പോയി ക്രോമിൽ പോയി നോക്കിയാൽ പോരെ. ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. അതിനു മുമ്പ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ്? പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് ഏതൊരു സാധാരണക്കാരനും പബ്ലിക്കിന് മേടിക്കുകയും വിൽക്കുകയും ചെയ്യാം. ഇനി ഞാനിത് ഷെയർസ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് എക്സാമ്പിളിലൂടെ പറയാം. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു സോപ്പ് മാനുഫാക്ചറാണ്. അദ്ദേഹത്തിൻ്റെ സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ആൾക്കാരുടെ ഇടയ്ക്ക്, ജനങ്ങളുടെ ഇടയ്ക്ക് പോപ്പുലാരിറ്റി നേടുകയാണ്. സ്മെല്ല് കൊണ്ടും അതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടൊക്കെ വളരെയധികം പോപ്പുലാരിറ്റി നേടുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ സോപ്പ് പല സ്ഥലങ്ങളിലേക്ക്, പല ബ്രാഞ്ചുകളായിട്ട് ഈ ഒരു കമ്പനിയുടെ ബ്രാഞ്ച് ഇട്ടാൽ വളരെയധികം സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടത് കുറച്ച് എക്സ്ട്രാ ഫണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒരുപാട് ബ്രാഞ്ച് ഒന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസയൊന്നും അദ്ദേഹത്തിന് ശരിക്കും ഇല്ല. അതിനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആലോചിക്കുകയാണ് എങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട് കാര്യങ്ങൾ കിട്ടുമെന്ന്. അപ്പോൾ ആദ്യമേ അദ്ദേഹം ഓർത്തത് ഒരു ബാങ്ക് ലോൺ എടുത്താലോ എന്നാണ്. എന്നാൽ ജെയിംസ് ഏട്ടൻ ഇവിടെ വിചാരിക്കുകയാണ്, ഞാൻ അഥവാ ബാങ്ക് ലോൺ എടുത്തിട്ട് ഒരു ബ്രാഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലൊക്കേഷനിൽ എൻ്റെ ബിസിനസ് വിജയിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു പക്ഷേ ആ ലൊക്കേഷൻ ശരിയായില്ലെങ്കിലോ അഥവാ ആ ലൊക്കേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു ബിസിനസ് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ആ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കണം, അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അഥവാ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, ജപ്തിയാകും, കടമാകും, ഫുള്ള് പ്രശ്നമാകും. അപ്പോൾ ജെയിംസ് ഏട്ടൻ വിചാരിക്കുകയാണ് ആ ഒരു സ്കീം വേണ്ട എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം ഓർക്കുകയാണ്, ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ രണ്ട് പാർട്ട്ണറിനെയൊക്കെ ഒന്ന് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇച്ചിരി ഫണ്ട് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത്, പുതിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യണം. പുതിയൊരു കാര്യം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കണം. ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. വളരെയധികം ചടങ്ങായ കേസായിട്ടാണ്. അതുകൊണ്ട് അതും ജെയിംസ് ഏട്ടൻ വേണ്ട എന്ന് വെക്കുകയാണ്. മൂന്നാമത് അദ്ദേഹം കേൾക്കുകയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഷെയർ മാർക്കറ്റിൽ തൻ്റെ സോപ്പ് കമ്പനി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കുറച്ച് പൈസ കിട്ടുമെന്ന് അദ്ദേഹം അറിയുകയാണ്. ജെയിംസ് ഏട്ടൻ്റെ മൊത്തം സോപ്പ് കമ്പനിയുടെ ഒരു വാല്യുവേഷൻ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയുണ്ടാവും. ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്, മിഷനറീസ്, സ്റ്റോക്ക് എല്ലാം നോക്കുമ്പോഴത്തേനാണ് 1 ലക്ഷം രൂപ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഈ ഒരു 1 ലക്ഷം രൂപ വാല്യുവേഷൻ വരുന്ന കമ്പനിയെ നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ 1 ലക്ഷം രൂപയുള്ള വാല്യുവേഷനുള്ള കമ്പനിയെ ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി 1000 ഷെയർസ് ആയിട്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യണം 100 രൂപയ്ക്ക്. അപ്പോൾ ഓരോ ഷെയറിനും 100 രൂപ. ഇപ്പോൾ നമ്മൾ ജെയിംസ് ഏട്ടൻ്റെ കമ്പനിയുടെ മൊത്തം വാല്യുവേഷനും കാര്യങ്ങളും ഷെയർ പ്രൈസും എല്ലാം നമ്മൾ നോക്കി. ഇനി എവിടെ നമ്മൾ ഇത് കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യും? അത് ലിസ്റ്റ് ചെയ്യുന്ന പ്ലേസിൻ്റെ പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്. ഒന്ന് NSEയും 2 BSEയും. BSE എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏറ്റവും പഴക്കമേറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. NSE എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പല ആൾക്കാരുടെയും പറച്ചിലേട്ടതൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെയോ മിനിങ്ങാന്നോ തുടങ്ങിയതാണെന്ന്. എന്നാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ട് 146 വർഷങ്ങളായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സ്ചേഞ്ചുകളിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത്? അത് IPO വഴിയാണ്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ. പേര് കേൾക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ മീനിങ്ങും വരുന്നത്.
ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുക, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇതിന് ഒരുപാട് കണ്ടീഷൻസ് സെബി വെച്ചിട്ടുണ്ട് ഒരു കമ്പനി IPO ചെയ്ത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇനി സാധാരണക്കാരന് ഇത് എങ്ങനെയാണ് പോയി മേടിക്കാൻ പറ്റുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചും സാധാരണക്കാരനും ഇടയിൽ ഒരു പേഴ്സൺ ഉണ്ട്, ആ ആളാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. സാധാരണ ബ്രോക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ സ്ഥലം മേടിക്കാനാണെങ്കിൽ ഒരു ബ്രോക്കറിനെ ഏൽപ്പിക്കുകയാണ്. ആ ബ്രോക്കറിന് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് വിൽക്കാനും മേടിക്കാനും അദ്ദേഹത്തിനാണ്. അതേ സെയിം കാര്യം തന്നെയാണ് ഒരു ബ്രോക്കർ ഇവിടെ ചെയ്യുന്നത്. സ്റ്റോക്ക് എവിടെയുണ്ട് മേടിക്കാൻ, എവിടെയുണ്ട് വിൽക്കാൻ, എല്ലാ കാര്യങ്ങളും ബ്രോക്കർ നമുക്ക് വേണ്ടി ചെയ്തു തരും. ഇപ്പോൾ ഈ ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഏതൊരു സാധാരണക്കാരനും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ടെക്നോളജി പുരോഗമിക്കും തോറും ആരാണ് ഇപ്പോൾ ബ്രോക്കറിനെ ഒക്കെ പോയി കണ്ടുപിടിച്ച് ആക്കാനൊക്കെ പോകുന്നത്? ടെക്നോളജി പുരോഗമിക്കും തോറും നമ്മളും അതിൻ്റെ ഒപ്പം ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ ഷെയറിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ട് റിലയൻസിന് നിസ്സാര വിലയുള്ളായിരുന്നു ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതേ ഒരു ഷെയർ മേടിക്കണേ 2000-ന് മേളിൽ നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എങ്ങനെയാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്? പ്രൈസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. പേടിക്കണ്ട, ഇത് ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് ശരിക്കും പ്രൈസ് കൂടുന്നത്? ജെയിംസ് ചേട്ടൻ ഇഷ്യൂ ചെയ്യുന്നത് മൊത്തത്തിൽ അയാളുടെ ഷെയർ പബ്ലിക്കിന് അങ്ങ് ഇഷ്യൂ അല്ല ചെയ്യുന്നത്. 50% അങ്ങനെ ഒരു പെർസെൻറ്റേജ് പുള്ളിയുടെ കയ്യിൽ വെച്ചിട്ടായിരിക്കും പുള്ളി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു 50% ആയിരിക്കും മിക്കവാറും ആ ജനങ്ങൾക്ക് മേടിക്കാനോ വിൽക്കാനോ പറ്റുക. അപ്പോൾ ഇവിടെ ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞത് അതൊരു എക്സാമ്പിളായിട്ടാണ്, ഇത് വേരി ചെയ്യാം. അപ്പോൾ ഈ 50% പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഫില്ലായെന്ന് വിചാരിക്കുക. ഫില്ലായി കഴിയുമ്പോഴത്തേനും ഈ ഒരു കമ്പനി ഇനിയും പുരോഗമനം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കാണുകയും വേറെ ആൾക്കാർ മേടിക്കാനും അവിടെ വരികയാണ്. പക്ഷേ ഷെയർ വിൽക്കാനില്ല. അവിടെ ആൾക്കാർ വിൽക്കണമെങ്കിൽ അവർ പറയുകയാണ്, ഞങ്ങൾ ഈ ഷെയർ 120 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാം, 120 രൂപ തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഷെയർ തരാം എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ ഷെയറിൻ്റെ വില കൂടുന്നത്. അപ്പോൾ ഈ മേടിച്ച് വെച്ചിരിക്കുന്നവർ വിൽക്കും. ഇനി പ്രൈസ് എങ്ങനെയാണ് കുറയുന്നത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു സോപ്പ് വളരെയധികം പോപ്പുലാരിറ്റി നേടി പലയിടത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ചില ജനങ്ങൾക്ക് ഇത് യൂസ് ചെയ്തപ്പോഴത്തേനും സ്കിൻ അലർജിയൊക്കെ വരാൻ തുടങ്ങി. അതിലെന്തോ ഒരു കെമിക്കൽ കണ്ടൻറ്റ് സ്കിന്നിന് ഭയങ്കര അലർജി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മേടിച്ച് വെച്ചിരുന്ന ഷെയർസ് മേടിച്ച് വെച്ചിരുന്നവർ അങ്ങ് വിൽക്കാൻ തുടങ്ങി. അഥവാ ഈ ഒരു കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പ് ആവുകയോ ഈ ഒരു സോപ്പ് നിരോധിച്ചാൽ എന്ത് പറ്റുമെന്ന് ഓർത്ത് വിൽക്കാൻ തുടങ്ങി. അപ്പം മേടിക്കാൻ ആൾക്കാരില്ല. 120 രൂപയ്ക്ക് മേടിച്ചവരായിരിക്കും അതിൻ്റെ കൂടെ ഉള്ളവർ. അപ്പോൾ മേടിക്കാൻ ആൾക്കാരില്ല. അപ്പോൾ അടുത്ത ആൾക്കാർ മേടിക്കാൻ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വില 100 രൂപയ്ക്കാണ് നിങ്ങൾ തരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഷെയർ മേടിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആ ഷെയർ 100 രൂപയ്ക്ക് ആൾക്കാർ വിറ്റൊഴിവാക്കുന്നു. ഇങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സെബി എന്ന്. എന്താണ് സെബി? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവരുടെ മെയിൻ പണി എന്തെന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കുന്നതാണ് സെബിയുടെ പണി എന്ന് വെച്ചാൽ. ഇത് ഗവൺമെൻറ് ആണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു ടീം ഓഫ് മെമ്പേഴ്സ് സെബിയുടെ അകത്തുണ്ടാവും. അവരെപ്പോഴും വാച്ച് ചെയ്യും. എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ കണ്ടുപിടിച്ചാൽ അവർ വളരെയധികം പെനാൽറ്റിയും ഈവൻ കമ്പനികളൊക്കെ അവിടെ ട്രേഡ് ചെയ്യുന്നത് മാറ്റിയും അതിന് ആൾക്കാരെന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബ്രോക്കേഴ്സിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആളാണ് സെബി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടി ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. ടിൽ ദെൻ ദിസ് ഈസ് ഓൾ, ഐ ആം സൈനിങ് ഓഫ്.